ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതായത് രാവിലെ തന്നെ ചായക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തലേദിവസം പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ രാത്രി ലേശം കുടിച്ചു, ബാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ അതിന് ലേശം കാപ്പി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ പാൽ കാപ്പിയാണ് ഉണ്ടാക്കിയത്, ചായയല്ല. അത് കാപ്പി അവർക്ക് ഉണ്ടാക്കി. എനിക്ക് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയും വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുളിക്കലും അടിച്ചു വാരലും അകടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ നേരെ ചോറിന് വെള്ളം ആദ്യമേ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ കുളിക്കാനൊക്കെ പോയത്. അത് കഴിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്കും ചോറിന് വെള്ളം വെച്ചൊക്കെ ചൂടായി, അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ ഇതാ കട്ടൻ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇതപ്പോൾ സമയം ഒരു 6 മണി 6:15 ഉള്ളൂ കേട്ടോ. നേരെ ഇതങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ ബിസ്ക്കറ്റും ചായ ആയിരിക്കും കുടിക്കുക, ചില ദിവസങ്ങളിൽ ഈത്തപ്പഴം ആയിരിക്കും കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ ഈത്തപ്പഴം ഉണ്ടാവാറുണ്ട്. ഈത്തപ്പഴം 2 ഈത്തപ്പഴം എടുക്കും, അല്ലെങ്കിൽ 3 ഈത്തപ്പഴം, അതും ഒരു ഗ്ലാസ് കട്ടൻ ചായ. അത് മധുരമില്ലാത്ത കട്ടൻ ചായയാണ് കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ കൂടെ എനിക്ക് മധുരമിട്ട കട്ടൻ ചായ കുടിക്കാനാവില്ല. ചിലപ്പോൾ ലൈറ്റ് മധുരം, ചിലപ്പോൾ മധുരേ ഇടൂല കേട്ടോ. അത് അന്നത്തെ മൂഡ് പോലെ ഉണ്ടാവും. അങ്ങനെ ഇട്ടിട്ട് ആ കട്ടൻ ചായയും കുടിച്ച് പിന്നെ അതൊരു 11 മണി വരെ അതിലാണ് ഇട്ട പോകുക. ബിസ്ക്കറ്റാണെങ്കിൽ ഒരു 2 ബിസ്ക്കറ്റ് കഴിക്കും. അത് ഞാൻ എല്ലാ ബിസ്ക്കറ്റും എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഈ മാരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് ഇല്ലേ, ഗോതമ്പിൻ്റെ, അത് മാത്രമേ ഇഷ്ടമുള്ളൂ. അതാണ് ഒരു മീഡിയം മധുരമേ ഉള്ളൂ. എനിക്ക് ഓവർ മധുരമുള്ള ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒന്നും ഞാൻ കഴിക്കില്ല കേട്ടോ, ഇഷ്ടമല്ല. അതും അങ്ങനെ 2 കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ ആ ഒരു കാളൽ അവിടെ അങ്ങോട്ട് നിൽക്കും കേട്ടോ വയറ്റിൻ്റെ. നേരത്തേക്കും കുഞ്ഞാപ്പക്കുട്ടിയൊക്കെ എണീറ്റ് അങ്ങനെ വരും. ഇവർ കുട്ടികൾ മറ്റവരെ എണീക്കുമ്പോൾ 7 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ ശ്യാമാട്ടന് രാവിലെ തന്നെ ഞാൻ അരി ഇടുന്ന സമയത്ത് കൊണ്ട് തന്നെ ശ്യാമാട്ടനും എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ എണീക്കൽ കുറവാണ്, അല്ലെങ്കിൽ 6:30 കഴിയാതെ എണീക്കുമ്പോൾ. ഇപ്പോൾ നേരത്തെ എണീറ്റ് വേണ്ടിട്ടുണ്ട്. അതായത് അരിയിരുന്ന സമയത്ത് അതിലേ പോകുമ്പോൾ എന്നോട് അറിയണ്ടായിരുന്നു, എന്നെ കണ്ടോട്ടെ. ഞാൻ പറഞ്ഞു ക്യാമറ ഓണാണ് കേട്ടോ, അതിലേ പോയിട്ട് ഇനി കണ്ട് പറയേണ്ട പറഞ്ഞപ്പോൾ എന്നോട് പറയണ്ട, എന്നെ കണ്ടോട്ടെ, ഞാൻ എണീറ്റിടുന്നുള്ളൊരു അറിഞ്ഞോട്ടെ എന്നൊക്കെ ഡയലോഗൊക്കെ മുഴക്കിയിട്ടാണ് കേട്ടോ പോയത്. ആളിങ്ങനെ കുളിക്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആളങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. രാത്രി പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നിട്ടില്ല കേട്ടോ. രാവിലെ അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അന്നേരം അമ്പലത്തിൽ പോകണം. ഇന്ന് 1-ാം തീയതി ആണല്ലോ, മീനം 1 ഈ മീനം 1 എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള ദിവസമാണ് കേട്ടോ, മീനം 1 എന്ന് പറയുന്നത്. കാരണം മീനം 1 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 1-ാമത്തെ എന്ന് പറഞ്ഞാൽ വയനാട്ടുകാർക്ക് ഉത്സവം തുടങ്ങുന്ന ദിവസമാണ്. എന്നെ സംബന്ധിച്ച് ഉത്സവം തുടങ്ങുന്ന ഒരു സന്തോഷവും കൂടിയുണ്ട്. അതുകൂടെ തന്നെ എൻ്റെ അമ്മ എന്നെ വിട്ടു പോയിട്ട് ഇന്നേക്ക് 32 വർഷം തികയാണ്. 33 വർഷം ആവുകയാണ് കേട്ടോ. 33-ാമത്തെ വർഷമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചതെന്നാണ് എല്ലാവരും പറയണത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ, അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ആ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം അതിൻ്റേതായ വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ ചെയ്യാറില്ല. കാരണം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇന്നേവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ. എനിക്ക് അങ്ങനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും, എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല. അന്നേരം ഞാൻ അമ്പലത്തിൽ പോവും. എന്നെക്കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങളാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോവും, പ്രാർത്ഥിക്കും, വഴിപാട് കഴിക്കും, ഞാൻ പോരും. അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ വേറുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി നമുക്കറിയത്തുമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്ക് എൻ്റെ അമ്മേനെക്കുറിച്ച് നല്ലതുണ്ടെങ്കിലല്ലേ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ. എനിക്കങ്ങനെ നല്ലതൊന്നും ഇല്ല. കാരണം എന്നെ ഒഴിവാക്കി പോയ ഒരാൾക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നാറില്ല. പിന്നെ എന്നെ പ്രസവിച്ചു എന്ന പേരിൽ ഞാൻ നല്ലത് പ്രാർത്ഥിക്കാം എന്ന് മാത്രം. എനിക്ക് അവരോട് ഏറ്റവും കൂടുതൽ ദേഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലത് എനിക്കിഷ്ടമില്ല. കാരണം ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിനെ 1.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ തനിച്ചാക്കി ഈ ഭൂമിയിലിട്ട് പോകണമെങ്കിൽ അവർക്ക് എത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും നമ്മുടെ മുഖം ഓർക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ലല്ലോ അല്ലേ. എന്നെ തനിച്ചാക്കി പോയവരോട് എനിക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. എന്നാലും ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഇത്. പിന്നെ സാമ്പാറാണ് കേട്ടോ രാവിലെ വെക്കുന്നത്. രാവിലെ സാമ്പാറും ചപ്പാത്തിയാണ്. തലേദിവസം രാത്രി നമ്മൾ മത്തൻ താളിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഇരിപ്പുണ്ട് കുറച്ച്. രാവിലെ വേഗം ചടപടേന്ന് പണിയെടുത്ത് തീർക്കുന്നുണ്ട്. പൊന്നൂസിന് ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ, അപ്പോൾ ബയോളജിയാണ് എക്സാം. ചക്കരയും കുഞ്ഞാപ്പുമാണ് എൻ്റെ കൂടെ വരുന്നത്. പിന്നെ ചക്കരയ്ക്ക് ഒരു പാവാടയും ബ്ലൗസും അടിക്കാൻ വേണ്ടിയിട്ട് തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം അളവ് കൊടുത്തിട്ടുണ്ടായില്ല. കുഞ്ഞിൻ്റെ മാത്രമേ അന്ന് അളവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നേരം അവളെ അളവ് എടുക്കണം. അന്നേരം ചേച്ചീൻ്റെ അടുത്ത് പോയി അത് അളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അന്നേരം അവളെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞാപ്പുക്കുട്ടിക്ക് രേവം പല്ലൊക്കെ തേപ്പിച്ച് അപ്പോൾ ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അന്നേരം ചപ്പാത്തി കൊടുക്കാൻ വേണ്ടി പൊന്നൂസ് വീഡിയോ എടുക്കാണല്ലോ. എനിക്ക് ഫോൺ തന്നാലേ ഞാൻ ഫുഡ് കഴിക്കണം. എനിക്ക് ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ പറയാം. എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് ഫോൺ വേണം. ഭക്ഷണം കഴിക്കണോ ഫോൺ കൊണ്ടാ, ഇല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട. ഇങ്ങനെയാണ് കേട്ടോ ആൾ പറയപ്പോഴും. അരെ പൊന്നൂനോട് അതിനുള്ള അംഗം വട്ടലാണ് കേട്ടോ. എന്തൊക്കെ കോപ്രായം കാണിക്കുന്നുണ്ട് കശി. അവളോട് അംഗമൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൊടുക്കും പൊന്നു, അത് ഒന്ന് തിന്നട്ടെ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് സമയമില്ല, അവളെ കളിപ്പിച്ചോണ്ട്
അരമണിക്കൂർ നിൽക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൊടുക്കുക. അല്ലാത്ത പക്ഷേ ഞാൻ ഇപ്പോൾ കൊടുക്കൽ കുറവാണ് കേട്ടോ. രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കൊടുക്കൽ കുറവാണ്. അതിപ്പോൾ എവിടെയെങ്കിലും പോകണം വെച്ചാൽ ഇപ്പോൾ വേഗം തിന്ന് തീർക്കണമല്ലോ. അവൾ തീറ്റിപ്പിക്കാനുള്ള സമയത്ത് എനിക്കില്ല താനും. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. അത് ഫോൺ വെക്കുന്ന സംഭവമാണ്. അതൊരു ബോക്സ് ആയിരുന്നു കേട്ടോ. അത് താഴെ വീണ് പൊളിഞ്ഞു. ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് വീഡിയോസ് കാണാൻ ഞാൻ ലൈവൊക്കെ ഇടുമ്പോൾ അതിൻ്റെ മുകളിലാണ് ചാരി വയ്ക്കുക. അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുക കേട്ടോ, ഇരുന്ന് കാണാം. അന്നേരം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫോൺ കൊടുത്തു. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് പോയപ്പോൾ വൈഫൈ കട്ടായി. ആ സമയം കൂടി ഞാൻ പറഞ്ഞാൽ നമ്മൾ ലേശം വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങോട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഫുൾ വീഡിയോസൊന്നും ഇന്നത്തെ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ 14 ദിവസം ഇവിടെ അമ്പലത്തിൽ 2 അമ്പലത്തിലും ചോറുണ്ട് കേട്ടോ. മാനന്തവാടി അമ്പലത്തിലും അന്നദാനം ഉണ്ട്. ഇവിടെ നമ്മളെ ചെർക്കര അമ്പലത്തിലുണ്ട്, നമ്മളെ തലപ്പുഴ അമ്പലത്തിലുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ പോയി കഴിക്കാറില്ല. കാരണം വെയിലത്ത് ഇങ്ങനെ കുട്ടികളെ എടുത്തിട്ട് പോകണ്ടേ. തലപ്പുഴ വരെയാണെങ്കിൽ ചെർക്കര വരെയാണെന്നൊക്കെ ഉള്ളൂ. പക്ഷേ ഇന്ന് വെയിലത്ത് പോകാൻ കഴിയില്ല. പനിയും ജലദോഷമൊക്കെ വരും. അതിന് പിന്നെ കുട്ടികൾക്ക് പരീക്ഷയും തുടങ്ങും. ചക്കരയ്ക്ക് ഇപ്പോൾ ചൊവ്വാഴ്ച ചക്കരയ്ക്ക് പരീക്ഷ തുടങ്ങും. പൊന്നൂസിന് ഇടയ്ക്കും തലയ്ക്കേ പരീക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റും പോലെ ദിവസങ്ങളിലൊക്കെ 1-2 തവണ 2 പോകും. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതാ കുഞ്ഞാപ്പുക്കുട്ടീനെ റെഡിയാക്കുന്നുണ്ട്. ആളെ കുളിപ്പിച്ച് വേഗം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് പാവാടിയും ബ്ലൗസും കുറേ ആയിട്ടിട്ട് പാവാടിയും ബ്ലൗസ് ഇട്ടിട്ട് അങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ ഒക്കെ രാവിലെ ഇട്ടിട്ടൊക്കെ പോക്ക് കുറവാണ് കേട്ടോ. അന്നേരം പാവാടിയും ബ്ലൗസ് ഇടാന്നിട്ട് ചക്കു പാവാടിയും ബ്ലൗസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒക്കും പാവാടിയും ബ്ലൗസും മതി എന്നാണ്. അത് ഇട്ട് കൊടുത്താണ്ട. പാവാടിയും ബ്ലൗസെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ വലിയ ചേച്ചി ആയോ? ഞാൻ പറഞ്ഞു ആ വലിയ ചേച്ചിയായി. അന്നേരം ഇനി ഞാൻ കുഞ്ഞുവാവയല്ലേ? ഞാൻ പറഞ്ഞു അല്ല കുഞ്ഞുവാവയല്ല, വലിയ ചേച്ചിയാണ്. എൻ്റെ പാവാട നിലത്ത് മുട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു ഭയങ്കര ചോദ്യങ്ങളായിരുന്നു. പിന്നെ ചക്കരക്ക് ഒരു ചെരുപ്പ് മേടിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകണം. അന്നേരം അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളെടുത്ത് ഞാൻ പറഞ്ഞു, പിന്നെ ചക്കൂന് മാത്രമേ ചെരുപ്പ് മേടിക്കുള്ളൂ, നിനക്ക് 2 ചെരുപ്പുണ്ട്, തൽക്കാലം നിനക്കിപ്പോൾ ചെരുപ്പൊന്നും വാങ്ങിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആൾക്ക് അതൊന്നും സമ്മതിക്കില്ല. ചക്കൂന് ചെരുപ്പ് മേടിക്കണ്ടെങ്കിൽ എനിക്ക് ചെരുപ്പ് മേടിക്കണം തന്നെയായിരുന്നു കേട്ടോ വാശി. ഞാൻ പറഞ്ഞില്ല നിനക്കിപ്പോൾ എന്തായാലും വാങ്ങിക്കൂല എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു മുട്ടായി മേടിച്ച് തരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആളെ കൊണ്ടുപോകണത്. ഇപ്പോൾ കടയിലെത്തിക്കാനുള്ള സീന് വേറെ ആയിരുന്നു കേട്ടോ. കടയിലെത്തിക്കഴിഞ്ഞാൽ ആൾക്ക് ചെരുപ്പ് വേണം തന്നെയായി. കാരണം അവിടെ കുറേ ചെരുപ്പുകളൊക്കെ കണ്ടാൽ ആൾക്ക് ചെരുപ്പ് വേണമെന്നായി. പിന്നെ ഞാനൊരു അവായി ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. ഗതി കെട്ടിട്ട് വേറെ രക്ഷയില്ല. അന്നേരം പിന്നെ ചക്കരക്ക് ഒരു ചെരുപ്പ് വാങ്ങി ഓക്കൊരു അവായി ചെരുപ്പ് വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ ചക്കരനോട് പറയുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കണ്ടടി, നീ എന്നെ വീഡിയോ എടുക്കണ്ട ചക്കൂന്ന് പറഞ്ഞിട്ട് ഇളകുന്നുണ്ട് കേട്ടോ. ആൾക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ വരുമ്പോഴുണ്ട്. ചക്കരക്ക് ജലദോഷമായിരുന്നു കേട്ടോ. അന്നേരം ആ പനിയെല്ലാം മാറിക്കഴിഞ്ഞാൽ ഒരു ദിവസം തലയൊന്നും കുളിപ്പിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ വേർപ്പെല്ലാം ഇറങ്ങിയാലും ജലദോഷം മൂക്കടപ്പെല്ലാം വന്നിട്ടുണ്ട്. ചെറിയ തോതിലുള്ളൂ കേട്ടോ. പിന്നെ ചക്കരേൻ്റെ ഹോമിയോൻ്റെ മരുന്നുണ്ട്, അതെല്ലാം കൊടുത്ത് അവളതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം കൊടുത്തിട്ട് ആളങ്ങനെ പോകുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ അന്നേരത്തേക്കും ഏകദേശം ഒരു 9:30 മണി ഒക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് മുടി പോലും കെട്ടിയിട്ടില്ല. ഞാൻ കുളിച്ച് അങ്ങനെ തന്നെ മുടി ഇട്ടിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നെ എന്നെ എപ്പോഴും നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ചുരിദാർ തന്നെ ഇരിക്കില്ല കാണുക. കാരണം എന്താ പറയുക, എനിക്ക് ഈ ചുരിദാർ എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലാണ് കേട്ടോ. കാരണം വേഗം ഇടാനും എനിക്കൊരു കംഫർട്ടബിളായിട്ട് തോന്നുന്നു ഈ ഒരു ചുരിദാറാണ്. അതുകൊണ്ട് എപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ തലപ്പുഴ പോകണമെങ്കിൽ അപ്പം ഈ ചുരിദാർ എടുത്തിട്ട് അങ്ങോട്ട് വേഗം ഓടും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ചില ഡ്രസ്സുകളോട് നമുക്കൊരു പ്രത്യേകത തോന്നുന്നു അറിയില്ല. അതുപോലെയാണ് എനിക്ക് ഈ ചുരിദാർ എനിക്ക് കേട്ടോ. എന്നാന്നറിയില്ല ശ്യാമാട്ട ഇതെടുത്ത് അടുപ്പിലിട്ട് എനിക്കറിയില്ല. എപ്പോഴും തന്നെ ഇട്ടുകൊണ്ട് നടന്നിട്ട് ചീത്ത ഒരാൾക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നെയ്റ്റ് തന്നെയാണെങ്കിൽ നമ്മളെപ്പോഴും പഴയതിട്ടാണ് ആൾക്ക് ദേഷ്യം വരും. അതുപോലെ എന്നാന്നറിയില്ല ഇതും സംഭവിക്കും. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ തലപ്പുഴ വെള്ളിയൂർക്കാവ് അമ്പലമാണ് കേട്ടോ ഇത്. അന്നേരം ഇവിടെയാണ് ഉത്സവം ഉള്ളത്. ഇപ്പോൾ തുടങ്ങിയിട്ടില്ലല്ലോ, കൊടിയേറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ പരിപാടിയൊക്കെ ഉണ്ടാവുക. പിന്നെ ഇതാ ചക്കരയ്ക്ക് ചെരുപ്പ് മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ട്. കുറേ ചെരുപ്പുകൾ എടുത്ത് നോക്കിയിട്ടാണ്. പിന്നെ ചക്കരയ്ക്ക് ചെരുപ്പ് വാങ്ങും വളരെയധികം ശ്രദ്ധിച്ച് വാങ്ങിക്കണം. കാരണം അധിക ദിവസം ഇട് നിൽക്കുകയില്ല. അന്നേരം അവർക്ക് നല്ല ബലവും ഉറപ്പുള്ള ഞാൻ പറയും ഇരുമ്പോണ്ട് ഉണ്ടാക്കിയ ചെരുപ്പൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന കാക്കാൻ്റെ കടയാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട് കൊണ്ടുവച്ചിട്ട് കാക്ക. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ അന്നേരം ഇതൊക്കെ കണ്ടാലും കുഞ്ഞാപ്പൂൻ്റെ കണ്ണൊക്കെ മഞ്ഞളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ്. അന്നേരം വൈകുന്നേരത്തെ വീഡിയോസ് എടുക്കണം വിചാരിച്ചു, നടന്നില്ല. അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.